വാർത്തകൾ വിശദമായി. പീപ്പിൾ ബ്രേക്കിംഗ്. UDF സർക്കാരിന്റെ കാലത്ത് കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന മന്ത്രി ജി സുധാകരൻ. കരാറുകാരിൽ നിന്ന് ഉന്നത 2 കോടിയിലധികം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല റോഡ് 36 തവണ വെട്ടിപ്പൊളിച്ചെന്നും ഇതിനായി 7 കോടി രൂപ സർക്കാരിന് അധികമായി ചിലവഴിക്കേണ്ടി വന്നെന്നും മന്ത്രി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, മന്ത്രി പറഞ്ഞതനുസരിച്ച് വലിയൊരു അഴിമതിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി ജി സുധാകരൻ വെളിപ്പെടുത്തിയത്? ഇന്ന് ആലപ്പുഴയിൽ നടന്ന യോഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് 69 കോടി രൂപ മുടക്കി രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തിരുവല്ല അമ്പലപ്പുഴ റോഡിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ട് ആ റോഡ് പൂർണ്ണമായിട്ടും വെട്ടിപ്പൊളിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഏതാണ്ട് 36 തവണയാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇപ്പോൾ ഇതിൽ പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഈ പൈപ്പ് ലൈനിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ 2010 തന്നെ സുധാകരൻ MLA ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അന്നത്തെ മന്ത്രി PJ ജോസഫിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ പൈപ്പ് ലൈനുകൾ പൂർണ്ണമായിട്ടും നിലവാരമില്ലാത്തതാണ്. ഇത്തരം പൈപ്പ് ലൈൻ ഇട്ടിട്ടാൽ അത് പൂർണ്ണമായിട്ടും റോഡിന്റെ ഗതാഗതത്തിലും അതോടൊപ്പം റോഡ് നിർമ്മാണത്തെയും ബാധിക്കും. അത്തരത്തിൽ ഈ പൈപ്പുകൾ മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടത്താതെ തന്നെയാണ് ഇപ്പോൾ പൈപ്പ് ലൈനിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പൈപ്പ് ലൈനുകളാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ഈ പൈപ്പ് ലൈനിന്റെ പിന്നിൽ വ്യാപകമായിട്ടുള്ള അഴിമതി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ ആരോപണം. ഏതാണ്ട് 22 പേര് മന്ത്രിയുടെ കയ്യിൽ നിന്നും കരാറുകാരന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി ഇതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകുമെന്നും അദ്ദേഹം അല്പം മുമ്പ് പറയുകയുണ്ടായി. ഷാജഹാൻ, നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ മന്ത്രിക്കൊന്നും ഒരു പങ്ക് അദ്ദേഹം വന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് PWDക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഇറിഗേഷൻകാരും കൈകോർത്ത് പിടിച്ചായിരുന്നു അഴിമതി. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പൊ അതല്ല. PWD സാറ് നേരെയാണ് 22 പേര് ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി എന്നൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാൾ 50 ലക്ഷമാണ്. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ മന്ത്രിക്കൊന്നും ഒരു പങ്ക് അദ്ദേഹം വന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് PWDക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഇറിഗേഷൻകാരും കൈകോർത്ത് പിടിച്ചായിരുന്നു അഴിമതി. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പൊ അതല്ല. PWD സാറ് നേരെയാണ് 22 പേര് ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി എന്നൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാൾ 50 ലക്ഷമാണ്. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ മന്ത്രിക്കൊന്നും ഒരു പങ്ക് അദ്ദേഹം വന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് PWDക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഇറിഗേഷൻകാരും കൈകോർത്ത് പിടിച്ചായിരുന്നു അഴിമതി. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പൊ അതല്ല. PWD സാറ് നേരെയാണ് 22 പേര് ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി എന്നൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാൾ 50 ലക്ഷമാണ്. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, UDF ഭരണകാലത്തെ വലിയ ഒരു അഴിമതിയുടെ കഥ കൂടിയാണ് ഇതോടുകൂടി പുറത്തേക്ക് വരുന്നത്. അതായത് കരാറുകാരിൽ നിന്ന് ഉന്നത 2 കോടിയിലധികം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നുകൂടി മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും. കാരണം 2010 ഇത്തരത്തിലൊരു അഴിമതി നടന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അന്ന് തന്നെ അത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കാട്ടി PJ ജോസഫ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പരാതി നൽകിയതായിട്ട് മന്ത്രി പറയുന്നു. എന്തായാലും മന്ത്രി PJ ജോസഫ് ഇരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അഴിമതി നടത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈക്കൂലിൽ പങ്കുണ്ട് എന്ന് താൻ ആരോപിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഇത് വലിയ ഒരു അഴിമതിയാണ്. ഇത്തരത്തിൽ അഴിമതി നടന്നതിന്റെ തെളിവുകൾ കരാറുകാരൻ തന്റെ പക്കൽ ഏൽപ്പിച്ചു. 22 പേരാണ് ഇത്തരത്തിൽ തന്റെ കയ്യിൽ നിന്നും 40-50 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, നിലവാരമില്ലാത്ത പൈപ്പുകൾ മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ റോഡിന്റെ അടിയിൽ കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പൈപ്പ് ലൈനുകൾ ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം നശിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാഹചര്യമായത്. കാരണം 7 കോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഈ 69 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ റോഡിന്റെ നിർമ്മാണത്തിന് ശേഷം നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇത് വളരെയധികം ഗൗരവമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി UDF അല്ലെങ്കിൽ അത് നിർമ്മാണത്തിന് ചുമതല ഏറ്റെടുത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാജഹാൻ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികളുമായി മന്ത്രി മുന്നോട്ട് പോകുമോ?
തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം 2 തവണ നേരത്തെ UDF സർക്കാരിന്റെ കാലത്ത് വിജിലൻസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. ഇനി വീണ്ടും വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയും അതിനുശേഷം വിജിലൻസിനെ കൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത നിലവാരം കുറഞ്ഞ പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാജഹാൻ, മറ്റൊരു കാര്യം കൂടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇത്രയും വലിയ ഒരു തുകയുടെ അഴിമതി കഥയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട UDF ഏത് രീതിയിലൊക്കെ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഇത് PJ ജോസഫ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തില് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർമ്മാണം തുടങ്ങിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംവാദങ്ങൾക്കും ഒക്കെ തന്നെ വിഷയമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ് ഷാജഹാൻ. പീപ്പിൾ ബ്രേക്കിംഗ് UDF സർക്കാരിന്റെ കാലത്ത് കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞിരിക്കുന്നു. കരാറുകാരിൽ നിന്ന് ഉന്നതർ 2 കോടിയിലധികം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അമ്പലപ്പുഴ തിരുവല്ല റോഡ് 36 തവണ വെട്ടിപ്പൊളിച്ചെന്നും ഇതിനായി 7 കോടി രൂപ സർക്കാരിന് അധികമായി ചിലവഴിക്കേണ്ടി വന്നെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച പരാജയം. സീറ്റ് വിഷയത്തിൽ ധാരണയായില്ല. സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന മാണി വിഭാഗം. ചൊവ്വാഴ്ച വീണ്ടും ചർച്ച ചെയ്യും. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, ഇന്നത്തെ യോഗത്തിലും ഒരു തീരുമാനവും എടുക്കാൻ സാധിച്ചില്ല. UDFിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി വരുന്നു എന്ന് വേണമോ കരുതാൻ? പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ ഒരു ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നു. അന്ന് ഒരു തീരുമാനവുമായില്ല. അതിനെ തുടർന്നാണ് ഇന്ന് 2ാം ഘട്ട ചർച്ച നിശ്ചയിച്ചത്. ഇന്ന് കൃത്യസമയത്ത് തന്നെ നേതാക്കളെത്തി ചർച്ച ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഒരു പുരോഗതി ഉണ്ടായില്ല. ഇരു വിഭാഗവും മുൻ നിലപാടുകളിൽ ഉറച്ചു നിന്നു. അതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു എന്ന് തന്നെ പറയാം. 2 സീറ്റ് വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിന്നു. എന്നാൽ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഏതായാലും അതോടുകൂടി ചർച്ച അവസാനിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ചൊവ്വാഴ്ച വീണ്ടും അനുരഞ്ജന ശ്രമങ്ങൾ നടത്തും എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ഈ ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത്. മുൻ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ അയഞ്ഞിട്ടില്ല എന്നാണ് KM മാണിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും UDFിൽ ഇത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. എല്ലാ അനുരഞ്ജന സാധ്യതകളും അടഞ്ഞു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ഒപ്പം തന്നെ പ്രതിസന്ധി കേരള കോൺഗ്രസിനുള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒരു സീറ്റിന് വഴങ്ങേണ്ടി വന്നാൽ അങ്ങനെ ലഭിക്കുന്ന ഏക സീറ്റ് തങ്ങൾക്ക് വേണം എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. മത്സരിക്കും എന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി PJ ജോസഫ് യോഗത്തിന് കയറുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ ഇപ്പൊ ചൊവ്വാഴ്ചത്തെ ചർച്ച നിർണായകമാവുകയാണ്. അത് കോൺഗ്രസിനും UDFിനും മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പൊളിറ്റിക്സിലും ഈ ചൊവ്വാഴ്ച അന്ന് നടക്കുന്ന ചർച്ച നിർണായകമാകും എന്നുറപ്പാണ്. ഈ വിഷയത്തിൽ ലീഗിന്റെ ഒരു നിലപാട് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അവർ എന്താണ് ഈ കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുമോ? ലീഗിന്റെ ഒരു നിലപാട് കൂടി ഈ 2ാം സീറ്റ് എന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിൽ ഒരുപക്ഷെ നിർണായകമായേക്കും. നിലവിൽ എന്താണ് ലീഗ് പറയുന്നത്? ലീഗ് യഥാർത്ഥത്തിൽ 3ാം സീറ്റ് എന്ന ആവശ്യവുമായി ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ ലീഗ് മുന്നിട്ടിറങ്ങുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം കുഞ്ഞാലിക്കുട്ടിയുടെയും മറ്റ് ലീഗ് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അർത്ഥം ഒരു അനുരഞ്ജനത്തിന് തയ്യാറാവണം എന്ന സന്ദേശമാണ് കേരള കോൺഗ്രസിന് ലീഗ് നേതാക്കൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം. ഏതായാലും തൽക്കാലത്തേക്ക് നേരിട്ട് ഒരു പക്ഷം പിടിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ തയ്യാറല്ല. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ലീഗിന്റെ തന്ത്രം. അതിന് മുന്നോടിയായി KM മാണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കുഞ്ഞാലിക്കുട്ടി നടത്തിയിരുന്നു. ആ ശ്രമം പക്ഷേ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം കൂടുതൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ നിലപാട്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്താൽ ലീഗ് ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമാണ് സാലി. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച പരാജയമായിരിക്കുന്നു. സീറ്റ് വിഷയത്തിൽ ധാരണയായില്ല. സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാണി വിഭാഗം അറിയിച്ചു. ചൊവ്വാഴ്ച വീണ്ടും ചർച്ച നടത്തും. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ചിതറയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പ്രതികാര രാഷ്ട്രീയമെന്ന കോടിയേരി ബാലകൃഷ്ണൻ. കൊലക്കത്തി താഴെ വയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവം അത്യന്തം പ്രതിഷേധാർഹവും
അപലപനീയവുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറില്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത്രയൊക്കെ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടും കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് നിർത്താൻ സന്നദ്ധമാകാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. കോൺഗ്രസ് നിർത്താൻ തയ്യാറുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനെന്ന കൊല്ലപ്പെട്ട AM ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തൽ. പ്രതി ഷാജഹാൻ 9 തവണ ബഷീറിനെ കുത്തിയെന്നും തന്റെ നെഞ്ചത്ത് കിടന്നാണ് ബഷീർ മരിച്ചതെന്നും സലാഹുദ്ദീൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അവൻ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ അവൻ്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടാണ് അവൻ ഇവിടെ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ. കോൺഗ്രസ്സുകാരനെ അതിൻ്റെ കൊല്ലുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റേഷനിലേക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം ഈ നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ? സംഭവം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാൻ എണീച്ചപ്പോൾ ഇവിടെ ബഹളം കേട്ട് എണീച്ചപ്പോൾ അയാളെ 9 കുത്തി തള്ളിയിട്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആള് എൻ്റെ തോളിൽ തന്നെ കിടന്ന് മരിക്കുകയും ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ബഷീറിന്റെ മരണം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ രീതിയിൽ ഒരു സഹോദരൻ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 2 കാര്യമാണ്. അതായത് ഒന്ന്, ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ളതിലുപരി കൊലപാതകി കോൺഗ്രസ് പ്രവർത്തകനല്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രചരണം. ആ പ്രചരണമാണ് ഇപ്പോൾ ഈ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തലിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇടതുപക്ഷ പ്രവർത്തകർ, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ ഈ കൊലപാതകം ഈ പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള പ്രചരണമാണ്. ആ പ്രചരണങ്ങളാണ് ഇപ്പോൾ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തലിലൂടെ പൊളിഞ്ഞിട്ടുള്ളത്. സലാഹുദ്ദീന്റെ AM ബഷീറിന്റെ ബന്ധുക്കൾ മുഴുവനും, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പരിസരവാസികൾ മുഴുവനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ പ്രതിയായിട്ടുള്ള ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കോൺഗ്രസിന്റെ ഗുണ്ട പ്രവർത്തകനായി പോലും ഈ പ്രതി ഷാജഹാൻ അറിയപ്പെട്ടിരുന്നു. അക്കാര്യങ്ങളാണ് ഇപ്പോൾ സലാഹുദ്ദീൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ കൊല്ലപ്പെട്ട AM ബഷീറിന്റെ ബന്ധുക്കളെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. യാതൊരു കാരണവശാലും പ്രകോപനപരമായ യാതൊരു നിലപാടും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന ഒരു അഭ്യർത്ഥനയും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വ്യക്തമാണ് രാജ്കുമാർ. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനെന്ന കൊല്ലപ്പെട്ട AM ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തൽ. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സഖ്യ രൂപീകരണങ്ങളെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന പശ്ചാത്തലത്തിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നത്. 2 ദിവസമായി നടക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ മാസം 9-ാം തീയതി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകാനാണ് നിർദ്ദേശം നൽകിയത്. BJPയെയും BJP സഖ്യത്തെയും പരാജയപ്പെടുത്തുക, CPIMന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരുന്നത് ഉറപ്പാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിൽ CPIM ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല. ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും CPIM വിശദമായി വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ വൻ വ്യതിയാനമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള കനത്ത വരൾച്ചയിലേക്കും ചൂടിലേക്കും കേരളം പോകുന്നുവെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ പകൽ ചൂട് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർച്ചയുണ്ടാകും. മഴമേഘങ്ങളുടെ അഭാവമാണ് കൊടും ചൂടിന് കാരണമാകുന്നതെന്നാണ്
മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമായി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും സൂര്യാഘാതം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിലെ അനുമാനപ്രകാരം കേരളത്തിൽ പകൽച്ചൂട് മലബാർ മേഖലയിലാകും കൂടുതലായി അനുഭവപ്പെടുക. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ചൂട് 6 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കനത്ത പ്രളയമഴയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. കനത്ത വേനലിന് സൂചകമായി പ്രധാന നദികളെല്ലാം ഇതിനോടകം വറ്റി വരണ്ടിരിക്കുകയാണ്. ഭൂജലവിതാനം സാധാരണ നിലയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇവയെല്ലാം വരും ദിനങ്ങളിൽ വരാനിരിക്കുന്ന കനത്ത വേനലിന്റെ സൂചകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ രാത്രികാല ശൈത്യം അതിരൂക്ഷമായ സ്ഥിതിയിലാണ്. പകൽ കടുത്ത ചൂടും രാത്രി അതിശൈത്യവും അനുഭവപ്പെടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ പ്രവർത്തന സമയം കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്ന BCCI ആവശ്യം ICC തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ചർച്ചയെന്നായിരുന്നു ICC നിലപാട്. ഇതോടെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ മത്സരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരാകും അന്തിമ തീരുമാനം എടുക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു BCCI ICCയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ICC ത്രൈമാസ ബോർഡ് യോഗം ആവശ്യം തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നും അതിൽ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും ICC ചെയർമാൻ ശശാങ്ക് മനോഹർ വ്യക്തമാക്കി. പാകിസ്ഥാൻ ലോകകപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരത്തിന് തയ്യാറാകുമോ അല്ല ബഹിഷ്കരിക്കുമോ എന്നതിൽ കേന്ദ്ര സർക്കാരാകും തീരുമാനമെടുക്കുക. ലോകകപ്പിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കണമോ എന്നത് തീരുമാനിക്കാൻ BCCI കേന്ദ്ര സർക്കാരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞ പശ്ചാത്തലത്തിലും ഇന്ത്യൻ വൈമാനികനെ പാകിസ്ഥാൻ വിട്ടയക്കുകയും ചെയ്തതിനാൽ ബഹിഷ്കരണ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കില്ലെന്നാണ് വിലയിരുത്തൽ. ജൂൺ 16-നാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം. അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന 2021 T20 ലോകകപ്പിലും 2023 ലോകകപ്പിലും പാക് താരങ്ങൾക്ക് ഇന്ത്യ വിസ നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നും വിഷയത്തിൽ ICC ഇടപെടണമെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ICCയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്ക് നാണമില്ലേ എന്ന് രാഹുലിന്റെ ട്വീറ്റ്. റഫേൽ വിമാനം ഇന്ത്യയിൽ എത്തുന്നത് വൈകാൻ കാരണം പ്രധാനമന്ത്രി മാത്രമാണ്. കാലഹരണപ്പെട്ട വിമാനം സൈന്യം ഉപയോഗിക്കാൻ കാരണം മോദിയാണ് എന്ന് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. അഭിനന്ദനെ പോലെയുള്ളവർ എന്തിന് ജീവൻ പണയം വെക്കണമെന്നും 30,000 കോടി പ്രധാനമന്ത്രി മോഷ്ടിച്ച സുഹൃത്തായ അനിൽ അംബാനിക്ക് നൽകിയെന്നും രാഹുൽ ട്വിറ്ററിൽ വിമർശിച്ചു. റഫേൽ വിമാനം കൂടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേട്ടമായേനെ എന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അഹന്തയുടെ രാഷ്ട്രീയമാണ് റഫേൽ വൈകാൻ കാരണമെന്ന് ആയതെന്നും മോദി വിമർശിച്ചിരുന്നു. ഇതിന്റെ മറുപടിയായാണ് രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. കത്തോലിക്ക സഭയുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്ന ചർച്ച് ആക്ടിനെ ചൊല്ലി വിവാദം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം. ചർച്ച് ആക്ട് നടപ്പിലാക്കുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടും പ്രതിഷേധമറിയിച്ച് KCBCയുടെ ഇടയലേഖനം. ഇന്ന് പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് ഇല്ലാത്ത ചർച്ച് ആക്ടിനെ പറ്റി പരാമർശിക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ സ്വത്തുവകൾ നിയമം മൂലം സർക്കാർ സ്ഥാപനത്തിന് കീഴിലേക്ക് മാറ്റാൻ യാതൊരു ആലോചനയും നടത്തുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില കോണുകൾ ബോധപൂർവമായി ശ്രമിച്ചു വരികയാണ്. ഇതിനു പിന്നാലെയാണ് മെത്രാൻ സമിതിയും ഇതേ വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബില്ലിന്റെ ആവശ്യകതയും ഉദ്ദേശശുദ്ധിയും സംശയാസ്പദവും ആശങ്കാജനകവുമാണെന്ന് KCBCയുടെ പേരിൽ ഇന്ന് വിവിധ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നു. സഭയുടെ സ്വത്തുവകകൾ പരിപാലിക്കാൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് കാനോൻ നിയമമാണ് ബാധകം. ഇങ്ങനെ പോകുന്നു KCBCയുടെ ഇടയലേഖനത്തിലെ വരികൾ. എന്നാൽ സർക്കാരിന് സഭയുടെ സ്വത്തുവകകൾ കൈവശപ്പെടുത്താൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇങ്ങനൊരു ചർച്ച് ആക്ട് ഇവിടെ നടപ്പാക്കുക എന്ന കാര്യം സർക്കാർ ആലോചിച്ചതേയല്ല. ഇപ്പൊ അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ മുന്നിലുമില്ല. LDFനെതിരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ആരും ഉപയോഗിക്കാൻ നോക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഈ കാര്യം വ്യക്തമാക്കുകയാണെന്ന് മാത്രം. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെല്ലാം വ്യക്തമായിട്ടും ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ പരതും പോലെയാണ് ഇതേ തുടർന്നുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് തൃശൂരിൽ സമാപനം. ചരിത്രം സൃഷ്ടിച്ച ജനമുന്നേറ്റമായി മാറിയ LDF ജാഥകൾക്ക് ലക്ഷങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് സമാപനമായത്.
ജനസഹസ്രങ്ങളുടെ മഹാസംഗമത്തോടെയാണ് കേരള സംരക്ഷണ യാത്രകൾ തൃശൂരിൽ സമാപിച്ചത്. LDF സംസ്ഥാന പര്യടനത്തിലുള്ള യാത്രകളുടെ സംഗമം അഴീക്കോടൻ രാഘവന്റെ ഹൃദയരക്തം വീണിച്ചു വന്ന തൃശൂരിൽ വൻ ജനമുണ്ടമായി മാറി. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായ താക്കീതായിരുന്നു സംഗമം. 1000 നാളായി കേരള ജനതയ്ക്ക് തണലും പ്രതീക്ഷയുമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിക്കാനുള്ള കേരള സമൂഹത്തിന്റെ പ്രതിജ്ഞയുമായി മാറി സമാപന സമ്മേളനം. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹിക പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും മഞ്ചേശ്വരത്ത് നിന്നുമായി കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് യാത്രകൾ നയിച്ചത്. തൃശൂർ തേക്കിൻകാട് മൈതാനെ ചുവന്നുകടലാക്കിയ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അദാനിക്ക് കടൽ കൊടുത്തപ്പോൾ BJP ആകാശം നൽകിയാണ് സഹായിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയും തെക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അദാനി ഗ്രൂപ്പിന് കടൽ കൊടുത്തു, BJP അദാനി ഗ്രൂപ്പിന് ആകാശം കൊടുക്കുകയാണ്. ആകാശവും കടലും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ച കോൺഗ്രസും BJPയും ഈ കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് മോദിയും മറുഭാഗത്ത് ഇന്ത്യൻ ജനതയും എന്ന അവസ്ഥയിലാണ് ദേശീയ രാഷ്ട്രീയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും വടക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായ കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും നേരെ അഭിമുഖമായി ജനങ്ങളും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യത്തുടനീളം കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മോഡി ഹടാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ മുദ്രാവാക്യമായി മാറുന്നത്. LDF സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, കലാകായിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ എന്നിവരും പൊതുസമ്മേളനം സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിർത്തിയ വലിയ ജനപങ്കാളിത്തമാണ് LDFന്റെ കേരള രക്ഷാമാർച്ചിനുണ്ടായത്. അതിനാൽ തന്നെ LDFന്റെ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം കൂടിയാവുകയായിരുന്നു കേരള സംരക്ഷണ യാത്ര. തൃശൂരിൽ നിന്നും PP സലീമിനൊപ്പം VS അഭിരാം. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 3 മണിക്ക്. നമസ്കാരം.